തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം, ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. 1 പത്രോസ് 1 അധ്യായം 18-19 വാക്യങ്ങൾ. ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ 1 18 and 19 verses. For as much as you know that we were not redeemed with the corruptible things as silver and gold from your vain conversation received by tradition from your fathers, but with the precious blood of Christ, as of a lamb without blemish and without spot. വ്യർത്ഥവും പിതൃ പാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നുള്ള നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, തിരുവചനം അവിടുന്നാണല്ലോ ഞങ്ങൾക്ക് എഴുതി തന്നത്. അവിടുന്ന് തന്നെ ആ വചനം ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ പരിശുദ്ധ രക്തം, ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് വളരെയധികം സവിശേഷതകളുള്ളതാണ്. കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ അപ്രകാരമുള്ള സവിശേഷതകളുള്ളൂ. ഒന്നാമതായിട്ട് പാപമില്ലാത്ത രക്തമാണ്. പാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. 1 പത്രോസ് 1:18-19 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് കുറിവാക്യമായിട്ട് നമുക്ക് തന്ന ആ വചനം ഒന്നുകൂടി വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥമായ പാരമ്പര്യം ഉണ്ട്. അതിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. പക്ഷേ ഇപ്പോഴും പല മേഖലകളിലും പല മക്കൾ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക്, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കാതെ കണ്ട് കെട്ടപ്പെട്ടിരിക്കുകയാണ്. യേശു പാപരഹിതനായി കന്യകയിൽ നിന്ന് ജനിച്ചു. യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത പരിശുദ്ധ രക്തം, നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമാണ്. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ പരിശുദ്ധ രക്തം പോരാഞ്ഞിട്ടാണോ മരിച്ചുപോയ മനുഷ്യരുടെ പല അവയവങ്ങളും അവിടെ എടുത്തു വെച്ച് മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മോശയെക്കുറിച്ച് പറയുന്നത്, മോശ മരിച്ചു. വചനം പറയുന്നു, അവൻ അവനെ അടക്കി. എവിടെ അടക്കിയെന്ന് ഇന്നേ വരെ ആർക്കും അറിയത്തില്ല.
കർത്താവ് മനഃപൂർവ്വം അടക്കിയതാണ്. എവിടെയാണ് അടക്കിയത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോയി മാന്തി എടുത്ത് മോശയുടെ പല്ലും എല്ലും മുടിയും നഖവും ഒക്കെ വിറ്റ് കാശാക്കിയാണ്. അപ്പം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു രക്തം, അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. രണ്ടാമതായ നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത, കർത്താവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു. ആമേൻ. 1 യോഹന്നാൻ 1:7, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യെസ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ എന്നേക്കുമായുള്ള ബലിയർപ്പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഏകയാഗത്താൽ അവിടുന്ന് നമ്മളെ പൂർണ്ണരാക്കി, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ എന്നാണ് വചനം പറയുന്നത്. അപ്പൊ എന്നേക്കുമായി കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചെങ്കിൽ എന്തിനാണ് മകനെ മകളെ അനാവശ്യമായ ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ ഓടി നീ തളർന്നു വഴിയരികിൽ വീഴുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അപ്രകാരം അത് ചെയ്യുന്നത് ആരാണെന്നറിയാവോ? കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കർത്താവിൻ്റെ അടുക്കൽ വാ, നിന്റെ സകല ഭാരവും അവിടുന്ന് മാറ്റിത്തരും, സകല രോഗവും അവിടുന്ന് സൗഖ്യമാക്കിത്തരും. മൂന്നാമത്തെ പ്രത്യേകത, കർത്താവിൻ്റെ രക്തം സംരക്ഷിക്കുന്ന രക്തമാണ്. പുറപ്പാട് 12:13, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെയും കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരവർ താമസിക്കുന്ന വീടിന് ചുറ്റും യേശുവിൻ്റെ പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പുകളിൽ നിന്ന് മക്കൾ വിടിപ്പിക്കപ്പെടട്ടെ. ആമേൻ. നാലാമത്തെ പ്രത്യേകത, കർത്താവിൻ്റെ രക്തം വീണ്ടെടുക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. യേശു തൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. ഇപ്പോഴും ചിലർക്ക് സംശയമുണ്ടത്. സ്തോത്രം. കടം വീട്ടി മകനെ മകളെ, കർത്താവ് നമ്മുടെ കടം വീട്ടി. സ്തോത്രം. അതുകൊണ്ട് ഇനി ആ പാപപരിഹാരത്തിന് നിറച്ച കാഴ്ചകൾ കൊടുത്ത് നിന്റെ സമയം വെറുതെ പാഴാക്കി കളയണ്ട. വീണ്ടെടുപ്പിനാണ് രക്ഷ. യേശുവിൻ്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പാണ് രക്ഷ. അത് ഏവർക്കും സൗജന്യമാണ്. കർത്താവിൻ്റെ രക്ഷ സൗജന്യമാണ്. അതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഗ്രേഡൊന്നുമില്ല. ആർത്തിയുള്ളവൻ അവിടുന്ന് തൃപ്തി വരുത്തും. ഈ രക്ഷ നമുക്ക് നൽകുവാനായി കർത്താവ് തൻ്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം നമുക്കായി യാഗമായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ഭൂമിയിലേക്ക് ഒതുക്കിക്കൊണ്ടുവന്നു. തന്നെ ഒതുക്കി നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പേരും പറഞ്ഞ് ആരെ ഒതുക്കാനിരിക്കരുത്. ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെ നമുക്കായി ചിന്തി. ഈ രക്തം സ്വർണത്തെക്കാളും മുത്തുകളെക്കാളും രത്നങ്ങളെക്കാളും കോടാനുകോടി ധനത്തെക്കാളും വിലയേറിയ യേശുവിൻ്റെ അമൂല്യ രക്തമാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അവിടെ കർത്താവിൻ്റെ രക്തമാണെന്നും പറഞ്ഞ് പലരും കൊണ്ടു നടക്കുന്നത് ദൈവമക്കളെ, അത് യേശുവിൻ്റെ രക്തമല്ല. യേശുവിൻ്റെ രക്തമല്ല. സ്തോത്രം. ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ഗ്രൂപ്പൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. സ്തോത്രം. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ സത്യം തിരിച്ചറിയണം. അഞ്ചാമതായുള്ള പ്രത്യേകത, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഗുണകരമായി സംസാരിക്കുന്ന കർത്താവിൻ്റെ രക്തം. എബ്രായലേഖനം 12:24, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. അതുകൊണ്ട് ആ രക്തത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. സ്തോത്രം. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും കർത്താവിൻ്റെ രക്തമാണെന്നും പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെല്ലാം ഓടും? എൻ്റെ നാമത്തിലും രൂപത്തിലും ഭാവത്തിലും പലരും പ്രത്യക്ഷപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തം ഈ ഭൂമിയിലില്ല. സാത്താൻ നമുക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ രക്തം ചിന്തിയ യേശു നമുക്കായി പക്ഷവാദം ചെയ്യുന്നു. ആമേൻ. താൻ രക്തം ചിന്തിയതിനാൽ തന്നിലേക്ക് കടന്നു വരുന്നവർക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താൻ പറയുന്ന അവകാശവാദത്തെ കർത്താവ് നിർവീര്യമാക്കുന്നു. അതുകൊണ്ട് കാൽവരി ക്രൂശിൽ
അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായപ്പോൾ കർത്താവ് പറഞ്ഞത് സകലതും പൂർത്തിയായിരിക്കുന്നു. ആറാമത്തെ പ്രത്യേകത നിത്യനിയമത്തിൻ്റെ രക്തമാണ്. നിത്യനിയമത്തിൻ്റെ രക്തം. എബ്രായലേഖനം 13:20-21 വാക്യങ്ങൾ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായി നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവൃത്തീകരിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആരെല്ലാം കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ അവനും അവളും ദൈവ പൈതലാണ്. നമ്മളെ ഈ ലോകത്തിൻ്റെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കവർ ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമാണ്. സഖറിയ 9:11 നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. ആമേൻ. യെസ്, നാശകരമായ കുഴിയിൽ നിന്നും കർത്താവിന്റെ രക്തത്താൽ അവിടെ നമ്മൾ വീണ്ടെടുത്തു. കർത്താവിന്റെ ആ നിയമം അത് നിത്യമാണ്. യേശു എന്നും നമ്മുടെ നല്ല ഇടയനാണ്. യേശു മാത്രമാണ് നല്ല ഇടയൻ. ആ ഇടയൻ തൻ്റെ ആടുകളുടെ രക്ഷയ്ക്കായി രക്തം ചൊരിഞ്ഞു പാപമോചനം തന്നു. യുഗങ്ങൾ മാറിയാലും പാപമോചനത്തിനായി കർത്താവ് തന്ന വഴി മാറുകയില്ല. സ്തോത്രം. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് കർത്താവിൻ്റെ എന്നേക്കുമായുള്ള യാഗത്തിൻ്റെ വഴിയായിരുന്നു. ആ യാഗം കർത്താവ് അർപ്പിച്ചോടുകൂടി ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നായിരുന്നു. തൻ്റെ പ്രാണനെ തന്നുകൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. ഏഴാമത്തെ പ്രത്യേകത ജയം നൽകുന്ന രക്തം. ജയം നൽകുന്ന രക്തം. വെളിപ്പാട് 12:11 അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. ആ പരിശുദ്ധ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നമുക്കായി രക്തം ചൊരിഞ്ഞ് പാപമോചനം നൽകി എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവമക്കളാകുന്നു. ഹല്ലേലൂയ. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, ഒറ്റയ്ക്കാണെങ്കിൽ സ്വന്തം കൈ ആ മാറോട് ചേർത്ത് വെച്ചിട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് പറ. ആമേൻ. ആ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. കർത്താവിൻ്റെ രക്തം നമുക്ക് തരുന്ന നീതീകരണത്തിൻ്റെയും ജയത്തിൻ്റെയും മുൻപിൽ സാത്താന്യ ശക്തി നിർവീര്യമാകുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജയാളിയായി മുന്നേറുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ അവകാശികളായി മാറുന്നു. ഹല്ലേലൂയ. നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ നമുക്കായി ക്രൂശിൽ നൽകിയ പരിശുദ്ധ രക്തത്തിനായി നന്ദി പറയാം. ആ പരിശുദ്ധ രക്തം കർത്താവിനെ രക്ഷകൻ നാഥനുമായി സ്വീകരിച്ചിട്ടുള്ള ഓരോ മക്കളുടെ സിരകളിലൂടെ ഓടുകയാണ്. നീ കർത്താവിൻ്റെ മകനും മകളുമാണോ? ആ കർത്താവിൻ്റെ രക്തത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് കൊണ്ടാണ്, രക്തം നൽകിയത് കൊണ്ട്. കാരണം രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മളിലുള്ളത് കർത്താവിൻ്റെ ജീവനാണ്. നാം കർത്താവിൻ്റെ അവകാശികളാണ്. കർത്താവിൻ്റെ ആ രാജ്യത്തിൻ്റെ അവകാശികളാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വചനമെന്ത് പറയുന്നു, ആ വചനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പ ഇത്രത്തോളം മാനിച്ച് നിന്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. കലത്തിലമാവും തുരുത്തിയിലേണയും വറ്റിപ്പോകാതെ അവിടെ ഞങ്ങളെ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ സ്വർഗീയ പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹല്ലേലൂയ സ്വർഗീയ സംരക്ഷണം അവർക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. വിവിധ തുറകളിൽ വിവിധ ആവശ്യങ്ങളിൽ പോകുന്നവരുണ്ടല്ലോ കർത്താവേ. കരമാർഗത്തിലൂടെയും വായുമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടിരിക്കുക. നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ. അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. അങ്ങേ സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ. അങ്ങേ വണങ്ങിടുവാൻ കൃപയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ. പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ. പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റ